Welcome dear students to my next class. Today we shall discuss about the topic fund flow statement. What are the uses and limitations of fund flow statement? Fund flow statement is a statement showing the inflow and outflow of fund. Fund means working capital. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ കാണിക്കുന്നത് ഫണ്ടിന്റെ ഒരു ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുടെയും സ്റ്റേറ്റ്മെന്റ് ആണ്. Inflow or outflow means changes in fund, that is changes in working capital. So it's a statement showing the changes in working capital, that is fund flow statement. We can explain the objectives of fund flow statement. Objectives of fund flow statement. What are the purposes behind under the preparation of fund flow statement? എന്തിനാണ് നമ്മൾ ഈ fund flow statement prepare ചെയ്യുന്നത്? To manage working capital. First objective of fund flow statement is to manage working capital. നമ്മുടെ working capital നെ manage ചെയ്യാൻ. What do you mean by working capital? It is the money required for meeting day-to-day expenses. That is current assets over current liabilities. That is working capital. To manage the working capital, the working capital should be kept at an optimum manner. It should not be too large. It should not be too small. വളരെ അധികമായിട്ടോ അല്ലെങ്കിൽ വളരെ കുറവായിട്ടോ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒപ്റ്റിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കൂടുതലായി കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് കൂടുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ ഡെറ്റർ, സ്റ്റോക്ക്, ക്യാഷ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഐഡിൽ ഫണ്ട് മാത്രമാണ്. ഇറ്റ് ഡസന്റ് ഹാവ് എനി യൂസ്. സോ ഇനി ഇത് റിഡൻഡന്റ് ആണ്, ഇനി ഇനാഡിക്വേറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഡെറ്റേഴ്സ്, ക്യാഷ്, സ്റ്റോക്ക് ആർ റിഡൻഡന്റ് ഓർ ഇനാഡിക്വേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് അതുകൊണ്ട് വലിയ ഗുണമില്ല, നമുക്ക് അവരുടെ നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഒപ്റ്റിമം മാനർ. Second one, to know the changes in working capital. Working capital inflow ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് to reveal the short term financial strength. കമ്പനിയുടെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഡെറ്റ് പേയിങ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ടു ആന്റിസിപ്പേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഫ്യൂച്ചറിലേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽസ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്വയർമെന്റ്സ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് to reveal the most important changes taken place during a particular period. ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ what are the important changes taken place? എന്തൊക്കെ ഫണ്ടുകളാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, ആ മാറ്റങ്ങൾ എന്താന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് ബേസിസ് ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് മോണിറ്ററി എക്സ്പ്രഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻസ്. നമുക്കറിയാം ബഡ്ജറ്റിംഗ് എന്താ നമുക്കറിയാം. അപ്പൊ അതിനൊരു ബേസിസ് ആവാൻ വേണ്ടിയിട്ട്. The next one, importance of fund flow statement, otherwise known as advantages of fund flow statement. There are several uses to fund flow statement. The uses of fund flow statement are divided into three categories. They are useful to shareholders, useful to creditors, and useful to management. What are the three important users of fund flow statement? Who are they? Useful to shareholders, useful to creditors, useful to management. First is useful to shareholders. Who are shareholders? Shareholders are the person who invest money into our business. They are always expected to get a return from their investment. Shareholders എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലെ, നമ്മുടെ ഓണേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവര് നമ്മുടെ ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിത്ത് എ വ്യൂ ടു ഗെറ്റ് റിട്ടേൺ അല്ലെ. അപ്പൊ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ എപ്പോഴും ബിസിനസിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് അണ്ടർ ദ ഷെയർ ഹോൾഡേഴ്സ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഓർഗനൈസേഷൻ. എന്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇൻട്രസ്റ്റഡ് ആകും? കാരണം അവരവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വഴി ഒരുപാട് യൂസസ് ഉണ്ട്. എന്തൊക്കെയാണ് അവർക്കുള്ള യൂസസ്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഫണ്ടിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സഹായിക്കുന്നു. ദെൻ ഡിവിഡൻഡ് പേയിങ് കപ്പാസിറ്റി. ദേ ആർ ഓൾവേസ് ഡിപെൻഡന്റ് അപ്പോൺ ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
Second group is useful to creditors. Creditors may be short term or long term. The long term creditors are debenture holders, loan, banks, etc. What are the short term creditors? Short term creditors are suppliers. Short term financial banks and other financial institutions provide short term financial loans. So, creditors are the person who are interested in knowing the debt paying capacity of a ബിസിനസ്. ക്രെഡിറ്റേഴ്സ് എപ്പോഴും മണി, ഈ സപ്ലയേഴ്സ് ആയിരിക്കും ഈ ക്രെഡിറ്റേഴ്സ്. ഹു സപ്ലൈസ് മെറ്റീരിയൽസ് ക്രെഡിറ്റ് അല്ലെ, ആരാണ് നമുക്ക് ക്രെഡിറ്റിൽ ഗുഡ്സ് തരുന്നത്, അവരും ക്രെഡിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ നമുക്ക് ലോണുകൾ തരുന്നത് അവരെല്ലാവരും ക്രെഡിറ്റേഴ്സ് ആണ്. ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഇൻട്രസ്റ്റ് പേയിങ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന് എത്രമാത്രം ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ലോൺ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ആൻഡ് അസസിങ് ദ സോൾവൻസി. അപ്പൊ എപ്പോഴും ഇവര് ഡെറ്റ് ഏബിൾ ടു പേ ദ ഡെറ്റ് അല്ലെ, കമ്പനി ഈസ് ഇൻ എ പൊസിഷൻ ടു പേ ദ ഡെറ്റ്, അതറിയാനായിട്ട് എപ്പോഴും ഈ ക്രെഡിറ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവരാണ് ഈ മൂന്ന് പാർട്ടീസ് വരുന്നത്. യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, യൂസ്ഫുൾ ടു ക്രെഡിറ്റേഴ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂസർ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ആളുകൾ. എന്തിനാണ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്? പ്ലാനിങ് ദ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്. നമുക്ക് വരുന്ന ഫണ്ടുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട്. ഇതുവഴിയായിട്ട് മാനേജ്മെന്റിന് ഫണ്ട് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, ഇൻഫ്ലോ ആണ് എങ്കിൽ ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇനി നമുക്ക് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ, ദാറ്റ് മീൻസ് എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻവെസ്റ്റ്മെന്റ്. സോ അങ്ങനെയുള്ള ഡിസിഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട് ഇവാലുവേറ്റിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മുടെ ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇസ് എ ഡീറ്റെയിൽഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത് ഡീറ്റെയിൽ റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. അപ്പൊ ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് അറിയാനായിട്ട് ഫോർമുലേറ്റിംഗ് സൗണ്ട് ഡിവിഡൻഡ് പോളിസി, ഫ്യൂച്ചറിലേക്കുള്ള ഡിവിഡൻഡ് പോളിസികൾ ഇൻഫ്ലോക്ക് അനുസരിച്ചിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോക്ക് അനുസരിച്ച് ഡിവിഡൻഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇഫക്റ്റീവ്ലി ഓർ നോട്ട്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഫോർ റിഡംഷൻ ഓഫ് ലോങ് ടേം ഫണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകളും മറ്റുമൊക്കെ ഫണ്ടുകളൊക്കെ എങ്ങനെ റെഡീം ചെയ്യണം, തിരിച്ചടയ്ക്കണം, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയിട്ട് നമുക്ക് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ദെൻ ഐഡന്റിഫൈങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എല്ലാത്തിനും പുറമെ നമ്മുടെ ഓർഗനൈസേഷന്റെ വാട്ട് ഈസ് ഇറ്റ് സ്ട്രെങ്ത്, വാട്ട് ഈസ് ഇറ്റ്സ് വീക്ക്നെസ്, അതറിയാൻ വേണ്ടിയിട്ട്. Next we have to explain the limitations of fund flow statement. What are the limitations of fund flow statement? It can be discussed in our later classes.